പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് എഴുത്തുകാരിയായ ചിത്ര കുസുമനാണ് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. ചിത്രയുടെ 3 കവിതാ സമാഹാരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അല്ലേ? അതെ. അപ്പൊ ഈ എഴുത്ത് എന്നു മുതലാണ്? കുട്ടിക്കാലത്തെ ഉണ്ടോ? കുട്ടിക്കാലത്തെ എഴുത്തുണ്ട്, പക്ഷെ അത് കവിതയാണെന്നോ അല്ലെങ്കിൽ ഒരു കഥയാണെന്നോ തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഒരു എഴുത്താണ് ചെയ്യുന്നതെന്നല്ല. ഡയറികളിൽ കുറിച്ച് വയ്ക്കുന്ന ചില കുറിപ്പുകളോ കവിതാരൂപത്തിലുള്ള ചില എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആളുകൾ വായിക്കുന്ന രീതിയിലുള്ള എഴുത്തായി മാറിയത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ്. 2013-14 സമയത്ത് എൻ്റെ അതേ ഭാഷയിലുള്ള വേറെ ആളുകൾ എഴുതുന്നത് വായിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റെ മാത്രമെന്ന് ഞാൻ കരുതിയിരുന്ന വളരെ പേഴ്സണൽ സ്പേസിലുള്ള ഒരു ഭാഷ ഇവരും എഴുതുന്നുണ്ടല്ലോ, ഇവർ പറയുന്നത് അത് തന്നെയാണല്ലോ, അപ്പം ഇത് കവിതയാണ്. അങ്ങനെയാണ് ഞാനിത് കവിതാരൂപത്തിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നത്. കാരണം കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങളാണ് എൻ്റെ കൂട്ടുകാരായിരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീടുകളിലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു മോളാണ്. അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് വീടുകൾ മാറുമ്പം ചങ്ങാതിമാരെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പുസ്തകങ്ങളുമായിട്ടാണ് വായന. അച്ഛൻ്റെ ലൈബ്രറി ആയിരുന്നു ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് പറയുന്നത്. അതിലെ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു ലോകം, ആ ലോകത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തെല്ലാമോ എഴുതി വയ്ക്കുമായിരുന്നു. ആ എഴുത്തുകളെല്ലാം എൻ്റെ വളരെ പേഴ്സണലായിരുന്നു. അത് ഞാൻ അതിനെ മറ്റൊരു ആൾ കാണേണ്ടതാണെന്നോ കഥയാണെന്നോ കവിതയാണെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്തെ എൻ്റേതായിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ കുറിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 2013 സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് മറ്റ് എഴുത്തുകാർ എഴുതുന്നതെല്ലാം വായിക്കാൻ തുടങ്ങി. പല ഗ്രൂപ്പുകളിലും വായിക്കുമ്പോൾ ഞാൻ എഴുതി വയ്ക്കുന്ന അതേ ടോണാണ് ഇവരുടേതെന്ന് മനസ്സിലാകുമ്പോഴാണ് ഞാൻ കവിതകളാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്ന് തിരിച്ചറിയുന്നതും. അങ്ങനെ എഴുതി സോഷ്യൽ മീഡിയയിലെ ആണ് ആദ്യമായിട്ട് പബ്ലിക്കലി എഴുതാൻ തുടങ്ങിയത്. അതിനു മുൻപ് കൂടിപ്പോയാൽ 1-2 സുഹൃത്തുക്കൾ മാത്രം കണ്ടിട്ടുള്ള ഒന്നായിരുന്നു എൻ്റെ കവിത. ഗദ്യ കവിതകളാണോ എഴുതിയിരുന്നത്? എൻ്റെ ഓർമ്മയിൽ ഞാൻ തുടക്കം മുതൽ എഴുതിയിരുന്ന ഗദ്യ കവിതകളാണ്. സ്കൂൾ കാലഘട്ടം മുതലേ. അതായത് ഞാൻ പഠിക്കുന്നത് 1998 SSLC ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു 5ാം ക്ലാസ് മുതൽ ഡയറി എഴുതുന്ന ആളാണ് സ്ഥിരമായിട്ട്. അത് എന്നോട് ഒരു ഹാബിറ്റ് ആക്കണം എന്നാവശ്യപ്പെട്ടിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങിയതാണ് വീട്ടിൽ. അപ്പോൾ അന്ന് മുതലേ ചെറിയ ചെറിയ കുറിപ്പുകൾ ഇപ്പോഴും അതിലുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് സമയത്തൊക്കെ ആയിരിക്കണം കൂടുതലായിട്ടുള്ള കവിതാ രൂപത്തിലുള്ള സംഗതികൾ എഴുതിയിട്ടുള്ളത്. അത് കൂടുതലും ഗദ്യ കവിതകളാണ്. പദ്യം എഴുതിയ ഓർമ്മയില്ല. കവിതകളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? കവിതകളാണോ വായിച്ചിരുന്നത്? ഞാൻ കവിതകൾ വായിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ കഥകളുടെ മാത്രം വായനക്കാരിയായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്? അതാണ് സോഷ്യൽ മീഡിയ സ്പേസ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് എല്ലാവരും ഫോട്ടോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ അതിൽ രസം ഉണ്ടായിരുന്നു. അത് തുടങ്ങി. പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ മഹാരാജ് കോളേജിലാണ് പഠിച്ചത്. കൂടെ പഠിച്ചവരെ കണ്ടെത്താനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ. പക്ഷെ എനിക്കത് പെട്ടെന്ന് മടുത്തു. വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്ത് ഒരു ആക്ടിവിറ്റി സ്പേസ് ഇല്ല എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് പല ഗ്രൂപ്പുകളുടെ സജഷൻസ് വരും. കവിത എഴുതിയിട്ടിട്ടുള്ള പലതും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ രസകരമായിട്ട് ഷെയർ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മളുടെ സ്പേസ് പങ്കിടുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രൈബ്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് വായിച്ചാൽ മനസ്സിലാകുന്ന ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പം ഇത് പുറത്ത് കാണിക്കാനുള്ളൊരു ചെറിയ ധൈര്യം വന്നു. അങ്ങനെ കുറിപ്പുകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവിതകളൊക്കെ വെറുതെ എഴുതിയിടാൻ തുടങ്ങി. വായനക്കാരൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കപ്പെടുകയും ഏതെല്ലാം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. എന്റെ സുഹൃത്തുക്കൾ ആ സമയത്ത് കണ്ടിരുന്നത് എന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കോളേജിലൊക്കെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ അവരതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഞാൻ പണ്ടുപോലെ എന്തെല്ലോ ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്ന, അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവളെന്തോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവരതിനൊരു ഗൗരവമായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ നോക്കുന്ന ഒരാൾക്കാരായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഏതെല്ലാമോ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യപ്പെടുകയും മഹാരാജ് സീനിയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ നീ എഴുതുന്നത് കൊള്ളാം എന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം ആർക്കൊക്കെയോ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നതും. അതിനുശേഷം 2014 മേതിൽ രാധാകൃഷ്ണൻ എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ഒരു ഭാഷാഭൂഷണിയിൽ ഒരു കോളം ചെയ്യുന്നുണ്ട്, പുതിയ കവികളുടെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എന്നോട് ഈ ഒരു കവിത ഞാൻ എടുത്തോട്ടെ കൊടുക്കാൻ. അപ്പം സത്യത്തിൽ നമ്മൾ സാഹിത്യത്തില് ചെറുപ്പം മുതലേ വായിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ എഴുത്തുകാരെ നമ്മൾ കാണുന്നത്. നമുക്ക് തൊടാൻ പറ്റാത്ത ഉയരത്തിലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ ആരാധനയോടെ കാണുന്ന. അപ്പൊ അത്തരത്തിൽ കണ്ടിരുന്ന ഒരാളായിരുന്നു മേതിൽ രാധാകൃഷ്ണൻ. അപ്പൊ ഒരു മെസ്സേജിന്റെ ദൂരത്ത് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ അങ്ങനെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആ സമയത്ത് വലിയ അത്ഭുതമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുണ്ടാവില്ല. കാരണം അവര് വളരെ സിംപ്ലി അവർക്ക് എല്ലാ സെലിബ്രിറ്റീസിനോടും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്ന കാലമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്നത് ഒരു 30s കിടക്കുമ്പോഴാണ്.
അപ്പൊ ആ പ്രായം വരെ നമ്മൾ ഇങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കവിത ഭാഷാഭൂഷണിയിലാണ് പ്രസിദ്ധീകരിച്ചു വരുന്നത്. 2014 മേതിൽ രാധാകൃഷ്ണൻ ചെയ്യുന്ന ഒരു കോളത്തിലാണ്, ഒരു ചെറിയ കുറിപ്പോടുകൂടി. അതൊരു വലിയ അഭിമാനം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ആ കവിത ഏതാന്ന് ഓർമ്മയുണ്ടോ? അതൊരു രാത്രിയെ കുറിച്ചുള്ള കവിതയായിരുന്നു. അത് ആക്ച്വലി വീട്ടില് കറണ്ട് പോയപ്പം നമ്മള് നഗരവാസികളാണല്ലോ, അപ്പൊ എല്ലാവരും കൂടെ ഭയങ്കര കൊതുക് അടിച്ചിട്ട് മൊത്തം ആ സ്ട്രീറ്റിലുള്ള എല്ലാവരും റോട്ടിലിറങ്ങി നിൽക്കുമായിരുന്നു. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതുകിനെ ശപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ചൂട് ഭയങ്കര നല്ല ഉഷ്ണമുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വീശിക്കൊണ്ട് എന്തോ തമ്മനത്താണ്, നമ്മളെ നഗരത്തിന്റെ നടുക്കാണല്ലോ. അപ്പോൾ ചുറ്റും ഫ്ലാറ്റുകളാണ്. അപ്പൊ എല്ലാം ചില വീടുകളിൽ നിന്ന് മാത്രം ഇങ്ങനെ ലൈറ്റ്സ് കാണുന്നുണ്ട്, ഇൻവെർട്ടർ ഉള്ള സ്ഥലങ്ങളായിരിക്കും. ബാക്കി എല്ലാം ഇരുട്ടിൽ നടക്കാണ്. രാത്രി ഒരു 2 മണി സമയമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ട്. പെട്ടെന്നൊരു ഇമേജ് ഇങ്ങനെ കാണുമ്പോൾ തോന്നിയൊരു എഴുത്തായിരുന്നു, രാത്രി കറണ്ട് പോകുന്ന സമയത്തുള്ള ജീവിതത്തെ കുറിച്ചിട്ടുള്ളൊരു എഴുത്ത്. വരികൾ ഓർമ്മയുണ്ടോ? ആ കവിത എഴുതിയിട്ടുള്ളത് 2014 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ വരികൾ സത്യത്തിൽ എനിക്കിപ്പോ അത്ര ഓർമ്മയില്ല. അതിന്റെ ഒരു തീം അതായിരുന്നു എന്നുള്ള ഓർമ്മയെ ഇപ്പൊ നിലവിലുള്ളൂ. അന്നാണ് കവിത ആദ്യമായിട്ട് വെളിച്ചം കണ്ടത്. അതെ. ആ കവിതയുടെ പേരെന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുഴപ്പമുള്ളത് ഓർത്ത് വയ്ക്കുക. ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരോ അതിലെ കഥ എന്തായിരുന്നെന്നോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഞാൻ അതിനെ മൊത്തത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു അനുഭവമായിട്ട് മാത്രമേ ഓർത്ത് വയ്ക്കാൻ പറ്റാറുള്ളൂ. ഇത് തന്നെ കവിതകളുടെ കാര്യത്തിലുണ്ട്. ഞാൻ എഴുതിയ കാര്യങ്ങളിൽ എനിക്ക് ഒരു കവിത പോലും കാണാതെ ചൊല്ലാൻ പറ്റില്ല. കാരണം ഞാനത് എഴുതുന്ന നിമിഷത്തിൽ എന്നിൽ നിന്ന് കഴിഞ്ഞു പോകുന്നൊരു സംഗതിയാണ്. അത് ഏറ്റവും പുതിയതായിട്ട് എഴുതിയ പുസ്തകത്തിലെ കവിതകളായാൽ പോലും എനിക്കത് മൊത്തത്തിൽ എന്താണ് എന്നുള്ളൊരു രൂപം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഇമേജ് എന്തായിരുന്നു എന്നുള്ള, ഞാൻ അതിനെ എങ്ങനെ അനുഭവിച്ചു എന്നുള്ള ഓർമ്മയുണ്ടാവും എന്നല്ലാതെ അതിന്റെ ശീർഷകങ്ങളോ കവിതയെ വരിയായിട്ട് ചൊല്ലാനോ എനിക്ക് ഇന്നുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടില് ആ എഴുതാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നോ? ഉവ്വ്. എൻ്റെ അച്ഛൻ ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു. അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു പുസ്തകങ്ങള്. അച്ഛനാണ് എനിക്ക് ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ പുസ്തകങ്ങളാണ് കൊണ്ട് തരുന്നത്. കൂടുതൽ സോവിയറ്റ് റഷ്യൻ കഥകളാണ് കുട്ടിക്കാലത്ത് വായിക്കാൻ കിട്ടിയിരുന്നത്. അപ്പം നമ്മളുടെ മുമ്പിൽ നമ്മൾ അറിയാത്തൊരു ലോകം, പേരുകള്, ചെറിയ കുട്ടികൾ, നമ്മളുടെ ചുറ്റുമുള്ള ഗീതാ മീന പേരുകളൊന്നും അല്ലാതെ മറ്റ് ഇവാൻ അങ്ങനെയുള്ള വേറെ പേരുകൾ, വേറെ രാജ്യം, മഞ്ഞ്, അങ്ങനെ വലിയ ചിത്രങ്ങളാണ്. അപ്പൊ ഇതൊന്നും സങ്കല്പിക്കാനാണല്ലോ പറ്റുന്നത്. ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു, എല്ലാം ഇല്ലസ്ട്രേറ്റഡ് പുസ്തകങ്ങളാണ്. അപ്പോ കൂടുതലും നമ്മൾ ഇമേജ് ഇതിനെ അനുഭവിക്കുന്നത് തണുപ്പെന്ന് പറയുമ്പോ ഈ വായനയെ കൂടി ഞാൻ അനുഭവിക്കേണ്ട തണുപ്പാണ്. കോഴിക്കാലിൽ തിരിയുന്ന വീട്. അതെ അതെ അതെ. അപ്പൊ നീണ്ട ട്രെയിൻ യാത്രകള്, മഞ്ഞിന്റെ ഇടയിൽ കൂടെയുള്ള പൈൻ മരങ്ങള്, തൈക, അപ്പൊ സ്ലെഡ്ജിൽ പോകുന്ന ആളുകള്, വേട്ടപ്പട്ടികള്, ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ വലിയ ഇമേജുകളായിരുന്നു. അങ്ങനെയാണ് വായനയോട് ഇഷ്ടം കൂടിയത്. പിന്നെ തുടർച്ചയായിട്ട് വായന കൂടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം എഴുത്ത് രൂപപ്പെട്ടത്. അതിന് ഏറ്റവും കടപ്പാടുള്ളത് അച്ഛനോട് തന്നെയാണ്. കാരണം എന്നെ പിടിച്ചിരുത്താൻ വേണ്ടിയാണെങ്കിലും വായന ശീലിപ്പിച്ചു തന്നത്. പിന്നെ ചെറുതായിക്കുമ്പോൾ തന്നെ അമ്മ കഥകൾ വായിച്ചു തന്നിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ മെല്ലെ ഞാൻ തന്നെ നേരിട്ട് വായിക്കുന്നതിലേക്ക് എത്തി. അതിപ്പോ ആലോചിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അങ്ങനെ ഒരു വഴി മുമ്പിലേക്ക് തുറന്നു കിട്ടിയത് അതുകൊണ്ട് മാത്രമായിരിക്കണം. എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചത് എന്താണ്? കോളേജിൽ പഠിച്ചത് മഹാരാജാസാണ്, എറണാകുളത്ത്. അവിടെ ഡിഗ്രിക്ക് ഫിലോസഫി ആയിരുന്നു. അത് ഒരു ബന്ധവുമില്ല. ഇല്ല, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ കവി അല്ലെങ്കിൽ എഴുത്തുകാരി ആകണം എന്നുള്ള യാതൊരു ആഗ്രഹവും കൊണ്ട് നടന്ന ആളല്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഡയറികളിൽ എഴുതി വെക്കുന്ന കുറിപ്പുകളല്ലാതെ എനിക്ക് പുറം ലോകമായിട്ട് കവിത അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. ഫിലോസഫി എന്നുള്ള പേര് കേട്ടപ്പോൾ അത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. അതെനിക്ക് ഒരു അബദ്ധം എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു നല്ല ചോയ്സ് ആയിരുന്നു പറയാം. ഫിലോസഫി എന്ന് കേട്ടപ്പോൾ കട്ടിയുള്ളൊരു സംഗതിയാണല്ലോ എന്നുള്ള തോന്നലിലാണ് ഞാൻ ഫിലോസഫി ചൂസ് ചെയ്തത്. അന്ന് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, അന്ന് ഹിസ്റ്ററിയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു, മലയാളം ലിറ്ററേച്ചർ കിട്ടുമായിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കിട്ടുമായിരുന്നു. പക്ഷെ ഇതൊന്നും ചൂസ് ചെയ്യാതെ നേരെ പോയിട്ട് ഫിലോസഫി എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഘനഗംഭീരമായ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിലാണ് ഫിലോസഫിക്ക് ചേർന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, PG അവിടെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പോഴത്തേക്കൊരു നമ്മള് കരിയർ എന്തായിരിക്കണം എന്നൊക്കെ ആലോചിച്ചു തുടങ്ങുമല്ലോ, എന്ത് തൊഴിൽ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ലൈബ്രറിയന്മാർ അവിടെ കാണും. മഹാരാഷ്ട്രയിൽ നല്ല ലൈബ്രറി ഉണ്ട്. അവിടുത്തെ ലൈബ്രറിയന്മാർ എപ്പോഴും പുസ്തകങ്ങളുടെ ഇടയിലാണ്. അപ്പൊ ഇത് കാണുമ്പം ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റും അങ്ങനെ ചെയ്യാൻ. എപ്പോഴും ബുക്സിന്റെ ഇടയിലിരിക്കുക, സൈലന്റ് ആയിരിക്കുക, വേറെ ഭൗതിക കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ തൊഴിൽ കൊള്ളാം എന്നുള്ള ചിന്തയിൽ അങ്ങനെ ലൈബ്രറി സയൻസ് പഠിക്കാൻ വേണ്ടി ചേർന്നു. വീണ്ടും ഒരു ഡിഗ്രി ചെയ്തു. PGക്ക് പോയില്ല? ഇല്ല, PG ക്യാൻസൽ ചെയ്തിട്ട് 1-2 മാസം മാത്രം ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് വിട്ടു. എന്നിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്
MG യൂണിവേഴ്സിറ്റിയുടെ തന്നെ. അപ്പം ഇവിടെ ഭാരത് മാതാ കോളേജിലായിരുന്നു അതിൻ്റെ ക്യാമ്പസ്. അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ഡിഗ്രി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ചെയ്തു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ ജോലിക്ക് വന്ന, നേരെ ഡിഗ്രി കഴിഞ്ഞാൽ ആളുകൾ ജോലിക്ക് വന്നുള്ളതല്ലോ. അപ്പോൾ സെസ്സിലൊരു കമ്പനി ഔട്ട്സോഴ്സിങ് ജോലികളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലൊരു കമ്പനിയിൽ ജോലി കയറി, കമ്പ്യൂട്ടർ ടൈപ്പിംഗ്, അതുപോലെ പല സ്ഥലങ്ങളിൽ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ദർബാർ ഹോൾ ആർട്ട് ഗാലറിയിലെ ലൈബ്രറിയിലേക്ക് അവർ ലൈബ്രറി തുടങ്ങാൻ പോവായിരുന്നു. 2009 അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അപേക്ഷിക്കുകയും അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. അതിന്റെ തുടക്കം മുതൽ അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യും, അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ ഈ അച്ഛൻ്റെ സുഹൃത്തുക്കളും അച്ഛൻ്റെ ചുറ്റുമുള്ളവർ മുഴുവനും ആർട്ടിസ്റ്റ്മാരാണ്. അവർ ചിത്രങ്ങൾ, ഞാൻ പെയിന്റിന്റെ മണമാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും ഗാഢമായിട്ടുള്ളൊരു ഗന്ധം എന്ന് പറയുന്നത്. അപ്പം കൂടുതലും ഗാലറികളായിട്ട് അച്ഛൻ പുറത്തേക്ക് കൊണ്ടുപോകുന്ന മുഴുവൻ ഗാലറികളില്ല. കൊച്ചിയിലും എറണാകുളത്തൊക്കെയുള്ള ഗാലറികൾ, PT ഉഷ റോഡിൽ ലളിതകലാ അക്കാദമി ഉള്ളപ്പോൾ മുതൽ ഞാൻ അവിടെ കുഞ്ഞാകുമ്പോൾ മുതൽ എടുത്തുകൊണ്ട് പോകും. ഈ കാണുന്നതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവാറില്ലെങ്കിലും ചിത്രങ്ങൾ എന്നെ കാഴ്ച ഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ വർണ്ണങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യരും പോർട്രേറ്റ്സും ഒക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ജോലി കിട്ടിയപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് സ്വന്തപ്പെട്ട എവിടെയോ എത്തിപ്പെട്ടു. ലൈബ്രറി, അതിനൊപ്പം തന്നെ ഒരു ഗാലറി എന്നല്ല. അവിടെ 6 വർഷം ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ചെയ്യുന്നത്. പ്രഭോ പരാജിത നിലയിൽ എന്നാണ് അതിന്റെ പേര്. ഈ ജോലിക്കിടയിൽ എഴുതാൻ സമയം കിട്ടി എപ്പോഴായിരുന്നു? ഞാൻ എഴുതുന്നത് അത് മിക്കവാറും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ബസ്സിൽ കയറുന്ന സമയത്തൊക്കെയോ, അല്ലെങ്കിൽ ചുറ്റും നോക്കിയിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്നൊരു, ഞാൻ ഇതുവരെ ഒരു കവിതയെ പണിതെടുത്തിട്ടില്ല. ഒരു കവിതയെ ഇരുന്ന് എഴുതി ഉണ്ടാക്കി ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ടൊരു സാധനം വരുന്നതിനെ അങ്ങനെ പകർത്തി വെക്കുക. ചിലപ്പോൾ 1-2 വരിയായിരിക്കും വരുന്നത്, അതിനെ എഴുതി വെക്കുക. പിന്നെ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടെയുള്ളത് നമ്മൾക്ക് മനസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ അതോടെ വെച്ച് ഉപേക്ഷിക്കുക. അതിനൊരു കവിതയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അതിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. ഞാൻ പൊതുവെ ഒരു മടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ യാത്രകളിലാണ് കൂടുതലും. ബസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടൊക്കെ കുറെ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എഴുതുമായിരുന്നു. അന്ന് ഇപ്പൊ നമ്മൾ കൂടുതലും ടൈപ്പ് ചെയ്യുവാണല്ലോ, അന്ന് കുറച്ചും കൂടെ എഴുത്തുണ്ടായിരുന്നു. അപ്പൊ എഴുതി വെക്കും. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അതിന് കമ്പ്യൂട്ടർ ഉള്ളപ്പോ, ഇപ്പൊ നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആണല്ലോ, മൊബൈൽ ഫോൺ എപ്പോഴും കയ്യിലുണ്ട്. അന്ന് അങ്ങനെയല്ല. അപ്പൊ എഴുതി വച്ചു, പിന്നീട് മാറ്റങ്ങൾ വരുത്താറുണ്ടോ? അതോ ആ കവിത എഴുതിയത് അങ്ങനെ തന്നെ സൂക്ഷിക്കണോ ചെയ്തിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുവെ ഒരു മടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ഇതിനെ വായിച്ചു നോക്കി അതിനെന്തെങ്കിലും തിരുത്ത വേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കുന്ന വലിയ എഫേർട്ടുള്ള പണിയാണ്. അതുകൊണ്ട് അത് മുതിർത്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ കവിതാ സമാഹാരം വരുന്നത്, അത് പ്രസിദ്ധീകരിച്ചത് 2017 അതിന്റെ പേര് പ്രഭോ പരാജിത നിലയിൽ എന്നാണ്. 2020 സാഹിത്യ അക്കാദമിയുടെ യുവകവിതാ അവാർഡ് കിട്ടിയിട്ടുള്ള കൃതിയാണ്. ശരി. രണ്ടാമത്തെ പുസ്തകം തൊട്ടടുത്ത വർഷം തന്നെ ചെയ്തിരുന്നു. 2018 അതിന്റെ പേര് തൃപ്പൂത്ത് എന്നാണ്. തൃപ്പൂത്ത്. അങ്ങനെ അടുപ്പിച്ച് 2 വർഷങ്ങളായിട്ട് 2 പുസ്തകങ്ങൾ ചെയ്ത ശേഷം ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. ആ 2 പുസ്തകങ്ങളും ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് മരങ്ങൾ നടുന്ന ഒരു സമയമായിരുന്നു അത്. ഞാനൊരു മിഷനിൽ കൂടെ പ്രവർത്തിക്കുകയും ഏതാണ്ട് 2 ലക്ഷത്തോളം തൈകൾ മുളപ്പിച്ച് കേരളത്തിലും പുറത്തേക്കും വിതരണം ചെയ്യുകയും ഒരു 50,000-ഓളം മരങ്ങൾ നട്ടു വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുറകിൽ നടക്കുന്ന ഒരു വലിയ കാലഘട്ടം ഉണ്ടായി. ഇപ്പോൾ ദർബാർ ഹോളിലെ ജോലി 2016 ഞാൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുക്കുകയും മരങ്ങൾ നടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരം ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ കൂടുതൽ കുറച്ചുകൂടി വിശാലമായി. നമ്മൾ കേരളത്തിൽ നിന്ന് വിടുക, നമ്മളുടെ മണ്ണിന്ന് മാറി വേറെ വലിയ ഭൂപ്രദേശങ്ങൾ കാണുക. ഇതൊക്കെ നമ്മള് വായനയിൽ മാത്രം അറിയുന്ന, വിവർത്തന കൃതികളിൽ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള വലിയ ഭൂപ്രദേശങ്ങൾ. തമിഴ്നാട് തുടങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ, ഹൈവേ സൈഡിലൊക്കെ വലിയ വലിയ വയലുകളാണല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇത് നമ്മള് വീണ്ടും വിശാലമായിട്ട് ചിന്തിക്കുക, കാഴ്ചേനെ വലുതാക്കുക, ബ്രോഡർ ആയിട്ടുള്ള കാഴ്ച. വീടുകൾ, അവിടുത്തെ കുട്ടികൾ ഡിഫറെന്റ് ആണ്, അവരുടെ പെരുമാറ്റം ഡിഫറെന്റ്. നമ്മൾ ഇവിടെ കാണുന്ന അത്ര ഈസി ആയിട്ടല്ല അവരെടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ നിരീക്ഷിക്കുമല്ലോ കൂടുതൽ. അപ്പൊ എനിക്ക് തോന്നുന്നു വീണ്ടും പുതിയ ഭാഷയിലേക്ക് കവിത മാറി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം 2ാമത്തെ പുസ്തകം ചെയ്യുന്നത്. അതിനുശേഷം മാഗസിനുകളിലൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടികൾക്കുള്ള കഥയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. കവിത മാത്രമല്ല, ഒരുപാട് ലേഖനങ്ങളും കുട്ടികൾക്കുള്ള കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വലിയൊരു ഇഷ്ടം. ഞാൻ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഒറിഗാമി എല്ലാം ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനും ഇഷ്ടമുണ്ട്. അപ്പൊ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഐഡിയ ആണ്. അവർ നമ്മളോട് ഇരിക്കും, അല്ലെങ്കിൽ ഇവർ നമ്മളോട് ഇരിക്കില്ലല്ലോ.
അപ്പോൾ അങ്ങനെ അവരെ പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ പഠിച്ചെടുത്താണ് ഒറിഗാമി. കുട്ടികൾ കൂടുതൽ കവിതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കൗതുകം എനിക്ക് കുട്ടികളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വെച്ചാൽ അവർ ക്യൂരിയസ് ആണ് കാര്യങ്ങളോട്, എല്ലാത്തിനോട്. അവർക്ക് മുതിർന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം, എനിക്കിത് അറിയാം എന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയില്ല, എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ ആ ക്യൂരിയോസിറ്റി എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാന്നുള്ളത് ഞാൻ അവരിൽ നിന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോ യാത്രയിൽ കിട്ടാൻ തുടങ്ങി. അപ്പൊ യാത്ര പതുക്കെ പതുക്കെ ഒരു ലഹരിയായിട്ട് മാറി. ഞാൻ യാത്ര തന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. ഞാൻ വീട്ടിൽ കൂടാൻ ഇഷ്ടമുള്ള ആളാണ് ഇപ്പോഴും അതെ. പക്ഷെ യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാതെ തന്നെ ചില യാത്രകൾ ചെയ്യും. ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോവുകയൊക്കെ ചെയ്തു. രാജസ്ഥാനിലും മുംബൈയിലും പല സ്ഥലത്തും UP-ലും ഒക്കെ ആയിട്ട്, ബീഹാറിലും ഒക്കെ ആയിട്ട് ഓരോ മാസമൊക്കെ ചെലവഴിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുൻപ് കൽക്കത്തയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജനിക്കുന്ന സമയമാകുമ്പോൾ അമ്മ ഇങ്ങോട്ട് പോരും. ഞാൻ അവിടെ അല്ല ഉണ്ടായിരുന്നത്, ഞാൻ ഇവിടെയാണ് ജനിച്ചത്. പക്ഷെ അവിടെ 9 മാസം എന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് നമുക്ക് ചെല്ലാനുള്ള ഒരു കൗതുകം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അവിടെ പോവും, സുഹൃത്തുക്കളുടെ കൂടെ അവിടെ താമസിക്കും. ഞാൻ ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ നടന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടുന്ന് വിഷ്ണുപൂരിലും ശാന്തിനികേതനിലും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനേക്കാൾ വലിയ വലിയ എന്തെല്ലാമോ നമ്മൾ ഇനി അറിയാനുള്ളതുണ്ട് എന്നുള്ള ആ കൗതുകം വളർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സുഖമില്ലാതാവുകയും വീട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ കോവിഡ് വന്നല്ലോ. കോവിഡ് വരുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ തന്നെയായി. അതുവരെ യാത്രകളിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ വീട്ടിൽ തന്നെയായി. അതിനിടയിൽ 2-3 സ്ഥലങ്ങളിൽ ഇപ്പൊ മരട് മുനിസിപ്പാലിറ്റിയിലും തൃശ്ശൂരിലുള്ള ഒരു കോളേജിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് കോൺട്രാക്ട്, ഇത് ലൈബ്രറിയിൽ തന്നെ കോൺട്രാക്ട് ആയിരുന്നു. 1 വർഷത്തേക്കോ 6 മാസത്തേക്കൊക്കെ. ആ ഗ്യാപ്പിൽ ഞാൻ യാത്രകൾ പോകുന്നുണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ പൂർണ്ണമായിട്ടും വീട്ടിൽ തന്നെ. അപ്പൊ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കവിതകൾ മാറി. പിന്നെ കാഴ്ച ചുരുങ്ങി. ഒരേ ജനലിൽ കൂടെ എന്നും കാണുന്ന ഒരേ സാധനം, നമ്മുടെ വീട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരേ ആളുകൾ, ഒരേ കാഴ്ച. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ലിമിറ്റഡ് ആയല്ലോ. അപ്പൊ അത്തരത്തിലേക്ക് കവിതകൾ ചുരുങ്ങി. അപ്പൊ നമ്മൾ കൂടുതൽ ഒബ്സർവേഷന് ഷാർപ്പായി. എന്നും ഒരേ കിളിയാണ് കാണുന്നെങ്കിൽ ആ കിളീനെ നമ്മൾ എന്തെല്ലാം വ്യത്യസ്ത രീതികളിൽ കാണാം എന്നുള്ള കാഴ്ചയായി. പിന്നെ അടുത്ത വീട്ടിൽ ഒരേ കുട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അവനെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ട് ഇവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വലിയ രസമായിരുന്നു. ആ സമയം, കോവിഡിന്റെ സമയം വലിയ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ നമ്മൾ അതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള സൈലൻസും നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതും നമ്മൾക്ക് ആക്സസ് ഇല്ലാത്തതും ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു സംഗതി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അച്ഛന് കോവിഡ് വരും. അപ്പൊ അച്ഛന് സുഖമില്ലാതാവും. അതിനുശേഷം തുടർച്ചയായിട്ട് ആശുപത്രി കാലമായിരുന്നു. ആ സമയം എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പേടികളുടെ സമയമാണ്. ഏതാണ്ട് ഒരു 19 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ അലേർട്ടായിരിക്കുന്ന ഒരു സമയമായിരുന്നു ജീവിതത്തിൽ. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് അറിയില്ല. ഏത് അർദ്ധരാത്രിയിലും ആംബുലൻസ് വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു 2 വർഷങ്ങളായിരുന്നു. അതിന്റെ ഇടയിൽ എഴുത്ത് ഭയങ്കരമായിട്ട് പരിമിതപ്പെട്ടു. നമുക്ക് മറ്റൊന്നും ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഒരു രോഗാവസ്ഥ നേരിടേണ്ടി വരും. ഭീതിയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞു. 2023 അച്ഛൻ പോയി. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായത്, അച്ഛൻ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നതിനെയൊന്നും നേരിട്ട് അംഗീകരിക്കുന്ന ആളായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഈ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ എഴുതും, പക്ഷെ അവിടെ വെച്ചേക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എന്നിട്ട് ആരെങ്കിലും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അച്ഛനോട് പറയും, അവളുടെ കവിത വന്നിട്ടുണ്ടല്ലോ, മാഗസീനിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് നീ വല്ലതും എഴുതിയിട്ടുണ്ടായിരുന്നു? ഞാൻ പറയാം എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയും. അപ്പൊ എൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങി വായിച്ചിട്ട് ആളത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നോട് പറയില്ല. ഈ അവാർഡ് കിട്ടിയ കാര്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ കിടക്കാണ് വയ്യാതെ. അപ്പൊ പറയാൻ വരുന്നത്, ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള കവികൾക്കൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കാരണം ഞാനൊന്നും എഴുതുന്നില്ല. അപ്പൊ അച്ഛൻ സുഖമില്ലാത്ത കാലഘട്ടം ഞാനൊന്നും എഴുതുന്നില്ലല്ലോ. എപ്പോഴും അങ്ങനെ ഒരു നേരിട്ട് അംഗീകരിക്കാത്ത, അപ്പൊ എപ്പോഴും എന്നെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് പിന്നീട് തോന്നിയത്. അച്ഛനെയാണല്ലോ നമ്മളൊരു കലാകാരനായിട്ട് മുൻപിൽ കണ്ടു വളർന്നത്. അപ്പം ആള് കൊള്ളാം എന്ന് പറയണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ എവിടെയോ കിടന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ അച്ഛൻ പോയ ശേഷം എഴുത്ത് നിർത്തി കളഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉള്ളിലൊരു ഇമേജ് തോന്നിയാൽ തന്നെ ഞാൻ അതിനെ ചവിട്ടി അമർത്തി കളയും. ആരെ കാണാനാണ്, ആരെ കാണിക്കാനാണെന്നുള്ളൊരു തോന്നലേക്ക്. പിന്നെ ഞാൻ തന്നെ അത് സ്വയം തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റീനെയാണ് ഇത്, അല്ലെങ്കിൽ ഒരാളെ തൃപ്തിപ്പെടുത്താനല്ലോ. ഇത് ആദ്യ കാലഘട്ടത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടുള്ള എഴുത്തും, പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലെ സർവൈവലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുത്തിനെ കൊണ്ടു നടന്നിരുന്നത്. പിടിച്ചു നിൽക്കാൻ എനിക്ക് കവിത വേണമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും
ഞാൻ കൂട്ടുപിടിച്ച കവിത തന്നെയാണ്. എനിക്കൊരു സ്പേസ് ഉണ്ട്, എനിക്ക് ഒരു ഇടമുണ്ട്, അവിടെ എന്നെ വേറെ ആരും വന്ന് ഇൻസൾട്ട് ചെയ്യില്ലെന്നും അവിടെ ആരും കയറി വന്ന് എന്നെ ഉപദ്രവിക്കില്ലെന്നും ഉറപ്പുള്ളൊരു സ്പേസ് എനിക്ക് കവിതയായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു പ്രതിരോധമായി. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തന്നെ അറിയാം ഞാനിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ സമയമെടുത്ത് തിരുത്തിയാണ് 2025 മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് എത്തുന്നത്. അതിന്റെ പേര് പോയാൾക്കുള്ള ഗതാഗതം എന്നാണ്. അത് അങ്ങനെ പേരിട്ടുകൊണ്ടായിരിക്കണം എല്ലാവരും ചിന്തിക്കുന്നത് അച്ഛന് വേണ്ടി എഴുതിയ പുസ്തകമാണ്, അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള പുസ്തകമാണെന്ന്. ബേസിക്കലി അതല്ല അതിന്റെ ഉള്ളില്. എന്നെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അച്ഛനുണ്ട്, അച്ഛനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നതെല്ലാം. അതിനേക്കാൾ കൂടുതൽ പോയത് എന്ന് പറയുന്ന ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒന്നാണ്. ആ പേര് ഇങ്ങനെ മരണാനന്തര ചടങ്ങുകളിൽ സ്ഥിരമായിട്ട് ചൊല്ലിക്കേൾക്കുന്ന ഒന്നാണ്. ദൈവമേ സച്ചിദാനന്ദ എന്ന് പറയുന്ന സഹോദരനായി എഴുതിയ ഒരു കൃതി എന്നുള്ളതാണ്. ഈ പോയതെന്ന് പറയുമ്പം ഞാനതിങ്ങനെ തുടർച്ചയായിട്ട് കേട്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറെ കാര്യം നമ്മൾ തന്നെ പലതവണ മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ അവനവന്റെ ജീവിതത്തിൽ തന്നെ പലതവണ ശാരീരികമായിട്ടല്ലാതെ മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് പുറത്തേക്ക്, നമ്മൾ കളയുന്നുണ്ട്. നമ്മളെ പേടികളെ, നമ്മുടെ സന്തോഷങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്ങുകൾ നമ്മൾ പുറത്തേക്ക് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട് ജീവിതത്തിൽ നിന്ന്, ആളുകൾ നമ്മൾ ഇറക്കി വിടുന്നുണ്ട്. അപ്പൊ പോയി എന്നുള്ള വാക്കിന് ഒരാൾ മരിച്ചുപോയി എന്നല്ല അർത്ഥം, അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ പോകേണ്ടതായിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയാണ്. ഞാനിങ്ങനെ ഷട്ട് ഡൗൺ ചെയ്തിരുന്ന സമയത്ത് പോകേണ്ടതായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി ഉണ്ട്. അപ്പൊ അതുവരെ നമ്മൾ തൊടാൻ മടിച്ചിരിക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട്, ഗ്രേ ഏരിയാസ് നമ്മുടെ ഉള്ളിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നത് വായിക്കുന്ന മനുഷ്യർക്കും തൊടാൻ മടിച്ചിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള കുറെ സാധനങ്ങൾ പോകേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ഭയക്കും. അങ്ങനെയുള്ള എൻ്റെ പേടികളെ ഞാൻ സ്പർശിക്കാൻ ശ്രമിച്ചതാണ് പുതിയ പുസ്തകത്തിൽ വന്നത്. അതുകൊണ്ട് അതിന് പോയാൾക്കുള്ള ഗതാഗതം എന്നുള്ള പേര് സത്യത്തിൽ ഞാൻ എനിക്ക് തന്നെ ഇട്ടിട്ടുള്ള ഒരു ടൈറ്റിലാണെന്ന് പറയേണ്ടി വരും. അമ്മ ഈ കവിതകൾ വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? അച്ഛനേക്കാൾ കൂടുതൽ എൻ്റെ കവിതകൾ നേരിട്ട് വായിക്കുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഞാൻ എഴുതാതിരിക്കുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ആള് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും നിനക്ക്, അതായത് അമ്മയെ സംബന്ധിച്ച് അമ്മ അച്ഛൻ്റെ കൂടെ കൂടിയ ശേഷമാണ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. 18 വയസ്സിൽ അവർ വിവാഹം കഴിച്ച് കൊൽക്കത്തയ്ക്ക് പോവാം. വളരെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ നിന്ന് പെട്ടെന്ന് പുസ്തകങ്ങളും കൂടി വായിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് അമ്മ മാറാം. അമ്മ നല്ലൊരു വായനക്കാരിയാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരേ ഒരാൾ അമ്മയാണ്. അപ്പൊ ആളെ സംബന്ധിച്ച് സാംസ്കാരികമായിട്ടുള്ള ഒരു ലോകത്തില് എൻ്റെ പേരുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എഴുതാതിരുന്നാൽ ആളതിനെ ചോദ്യം ചെയ്യും. അച്ഛൻ എൻ്റെ അടുത്ത് നേരിട്ട് പറയില്ലെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് ഒന്ന് ഓരോന്നും വായിച്ചിട്ട് അഭിപ്രായം പറയും. അപ്പൊ ഈ പുസ്തകം ഞാൻ എഴുതാതിരിക്കുമ്പോൾ ഏറ്റവും ദുഃഖിച്ചത് അമ്മ തന്നെ ആയിരിക്കും. എന്നോട് പലതവണ പറഞ്ഞു എഴുത്ത് നിർത്തരുത്, നിനക്കത് നിന്റെ ഐഡന്റിറ്റി ആണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനൊരു പുസ്തകം വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ തന്നെ. പക്ഷെ അച്ഛനില്ല എന്നുള്ള സങ്കടം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്, കൂടെ ഇല്ല എന്നുള്ളത്. പക്ഷെ അമ്മ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ അമ്മയാണ്. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇതുവരെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? എനിക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു അവാർഡ് സാഹിത്യ അക്കാദമിയുടെ അവാർഡാണ്. മറ്റ് വേറെ അവാർഡുകൾക്കൊന്നും ഞാൻ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. പിന്നെ അവാർഡുകൾ അംഗീകാരം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ അങ്ങനെ ആത്മവിശ്വാസം കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഞാനത് ചെയ്യാത്തതെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ ആളുകൾ വായിച്ചിട്ട് നേരിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അവാർഡുകൾക്ക് അയച്ചിട്ട് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു സംഗതി അകത്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ പേടികളിൽ കുടുങ്ങിപ്പോണ്ടല്ലോ എന്നുള്ളതുകൊണ്ടിട്ട് അവാർഡുകൾക്ക് അപേക്ഷിക്കാതിരുന്ന പിന്നെ ഞാൻ അയച്ചില്ലല്ലോ, അതുകൊണ്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള വിചാരിച്ചാൽ മതിയല്ലോ എന്നുള്ള സംഗതി ആയിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് പുതിയ പുസ്തകം അയച്ചു നോക്കണം. കാരണം കൂടുതൽ ആൾക്കാർ വായിക്കും, ഇപ്പൊ എഴുതുന്ന രീതിനെ ആളുകൾക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളതും എൻ്റെ ഒരു മുമ്പിലുള്ള ഒരു കാരണം. ഇത്രയും 8 വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാനൊരു പുസ്തകം ചെയ്യുന്നത്. അപ്പൊ അത് ആളുകൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറിയാനുള്ള ഒരു കൗതുകം എനിക്കുണ്ട്. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ എങ്ങനെയാ സമീപിക്കുന്നത്? വിമർശനങ്ങളെ ഹെൽത്തി ആയിട്ട് എടുക്കുന്ന രീതിയാണ് എൻ്റെ. കാരണം എനിക്കങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയിട്ടില്ല. അതെനിക്കൊരു സങ്കടമുള്ള കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് കവിതയെക്കുറിച്ച്. എന്നോട് പേഴ്സണലി അല്ല, എന്നോട് ശത്രുതയുള്ളവരും ദേഷ്യമുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ നല്ല ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണകൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. കവിതയെക്കുറിച്ചുള്ള പഠനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗവേഷണ വിദ്യാർത്ഥികൾ 1-2 പേര് ചെയ്തിട്ടുള്ളതിനെ ഞാൻ വായിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നതും കവിതയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചനെ കുറിച്ചിട്ട് ആണ് പറയുന്നത്. എനിക്ക് വിമർശനങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്ങനെയെല്ലാം പറ്റും, നമ്മളെ ഭാഷേനെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും എന്ന് തന്നെ ആണ് ഞാനും ചിന്തിക്കുന്നത്. നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗദ്യരൂപത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നതിൽ നിന്ന്
ഇപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിയുന്നത് എനിക്ക് കൂടുതൽ പറയാൻ തോന്നുന്നുണ്ടെന്നാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രോസിലേക്ക് മാറിയ ചില കവിതകൾ പുതിയ പുസ്തകത്തിലുണ്ട്. അധികമായിട്ട് പറയാനുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അത് കവിതയിലുണ്ടാവുന്ന മാറ്റമാണോ എന്നിലുണ്ടാവുന്ന മാറ്റമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വായിക്കുന്ന ആളുകൾ തിരിച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഇതുവരെ ചിത്രയുടെ എഴുത്തിനെ കുറിച്ച്, ജീവിത വീക്ഷണത്തെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിച്ചു. താങ്ക് യു ചിത്ര. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരിയായ ചിത്തിര കുസുമനാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.